സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ. ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയൂ, സമയം സമാഗതമാ. ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയൂ, സമയം സമാഗതമാ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷക ദിവസം. സ്നേഹരക്ഷകനേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷക ദിവസം. സ്നേഹരക്ഷകനേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഫ്രാൻസിസ് സാലസ് മെത്രാനായിരുന്നു, തിരുസഭ പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒത്തിരിയേറെ ഗ്രന്ഥങ്ങൾ സഭയ്ക്ക് സമ്മാനിച്ച വലിയ വിശുദ്ധനാണ്. വലിയ വലിയ സമർപ്പണത്തിൻ്റെയും ജീവിതം നയിക്കുന്ന മക്കളുടെ ഏറ്റവും വലിയ ഒരു സഹായിയാണ്, അല്ലെങ്കിൽ സഹായകനും കൂടിയാണ് ഈ വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഉത്തമരായ സന്യാസികളായി തീരാനായിട്ട്, സമർപ്പിതരായി തീരാനായിട്ട് വളരെയധികം ശക്തമായിട്ടുള്ള അഭിഷേകമുള്ള ഒരു ജീവിതമാണ് ഫ്രാൻസിസ് സാലസ് നയിച്ചിരുന്നതും തിരുസഭയ്ക്ക് നൽകിയതും. അതിനാൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ മാധ്യസ്ഥം നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഒത്തിരിയേറെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിസ് സാലസിനെ പോലെ ദൈവോന്മുഖമായിട്ടുള്ള ജീവിതം നയിക്കുന്ന മക്കളെ ദൈവത്തിന് വേണം. എങ്കിൽ മാത്രമാണ് മറ്റുള്ള മക്കളൊക്കെ കർത്താവിൻ്റെ വഴിയെ, കർത്താവിൻ്റെ വിശുദ്ധിയിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒക്കെ തിരിച്ചെത്താനായിട്ടൊക്കെ സാധ്യമാവുകയുള്ളൂ. ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മളുടെ എല്ലാ നിയോഗങ്ങളും കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് സാലസിൻ്റെ മാധ്യസ്ഥനെ അയച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ. ആകയാൽ തനിയെ വിശ്വത്തോടെല്ലാം അലാഹമാണ് വിശ്വരോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരുതി നമ്മുടെ പാപങ്ങൾ പുറത്ത്
നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലായുമായി തീരാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ദൈവത്തിൻ്റെ മാതൃകയെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങളുടെ സേവനത്തിൽ അങ്ങേ സ്നേഹത്തിൻ്റെ സാമ്യശീലം പ്രകടമാക്കാൻ കാരണപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൻ്റെയുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തുവെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാം വായന. ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. സഹോദരരെ, ഇപ്പോൾ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരുടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ചു നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്കു ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്ത ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്നു പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല. പുതിയ ഒരു ഉടമ്പടിയെപ്പറ്റി പറയുന്നതുകൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. കർത്താവെ, അങ്ങേ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തിൽ നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് യേശു ഒരു മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിന് പുത്രന്മാർ എന്നർത്ഥമുള്ള ബൊവനർഗേസ് എന്ന് പേര് നൽകിയ സെബെദെയുടെ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമ്യ, മത്തായി, തോമസ്, അൽഫയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് ഇസ്കറിയോത്ത. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കും അങ്ങേ കരങ്ങൾ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. ഈ ബലിയർപ്പണത്തിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് അലൻ, അയറിൻ എന്നീ മക്കളുടെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ജോസഫ് എബ്രഹാമിന്റെ ആത്മശാന്തിക്ക് വേണ്ടി കൂടി നമുക്ക് ഈ ബലിയിൽ തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസിന്റെ മനസ്സിനെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യാഗ്നിയാൽ അത്ഭുതകരമായ വിധത്തിൽ ഏറ്റവും സൗമ്യശീലമുള്ളതായി അങ്ങ് വിവരിപ്പിച്ചുവല്ലോ. അതേ അഗ്നിയാൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ രക്ഷാകര ബലിയുടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവായ ദൈവത്തിനെ പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വതന്ത്രമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ തിരുനാൾ ആഘോഷത്തിൽ ആനന്ദിക്കാൻ അങ്ങ് സഭയ്ക്ക് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശ്രദ്ധപ്പെടുത്തുകയും വചന പ്രഘോഷത്തിലൂടെ ഉത്ബോധിപ്പിക്കുകയും അങ്ങേ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെല്ലാ മലാഹമാണ് മിസ്തയുടെ ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് വിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ കൃത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകളം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലപിടകൾ സഹിച്ചപ്പോൾ അപ്പോൾ എടുത്ത് ഹൃദയ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലേ ചെയ്തെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നതാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാവോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നത് നിങ്ങൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു വിഷയിലേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം സംരക്ഷിക്കുന്ന അടയാളങ്ങളോട് നമ്മളെ സുഖപ്പെടുത്തുന്നതിനെല്ലാത്തിനും നന്ദി പറയുക. അതുപോലെ തന്നെ നമ്മുടെ അലൻ ഐറീൻ എന്നീ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ജോലി ലഭിക്കുന്നതിന് വേണ്ടി തന്നെ ജോസഫ് ഇബ്രാഹാമിൻ്റെ അനുശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സാന്തോ മിഷൻ എന്ന ചാനലിലൂടെ നമുക്ക് പരിശുദ്ധ ബലിയർപ്പണവും മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് ലഭ്യമാക്കി തരുന്നത് നമ്മുടെ ജോഫിനും എഫിനും എബിനും ജിക്സനും ഗ്ലെന്നും ക്രിസ്റ്റിയും കൂടിയാണ്. അവർ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അവിടെ ഈ സുവിശേഷ ശുശ്രൂഷകളെ കർത്താവ് ശക്തമായിട്ട് വിലമതിക്കുവാനും അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങയിൽ കർത്താവ് എടുത്ത് ഭരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തത് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ മാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലെത്തത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിച്ച് നിർത്താവേ. ലോകം അപേക്ഷിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ അയക്കുന്ന ജെയിംസ് പിതാവിനോട് വ്യതികരണത്തോട് മുതൽ സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണത്തിലെത്തിക്കണമേ. ഉയർമിന് പ്രത്യാശയോടെ തിരുകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തെ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് സ്തനികാമരത്തോടും മകനിയുടെ ഭർത്താവായ മകയുടെ സിദ്ധാവിനോടും അനുഗ്രഹീതരായ പുസ്തകമാണ് കലാകാലം സ്ഥാപിച്ച സലവിച്ചരോടുമൊത്ത് സ്ത്രീകൾ പങ്കുചേരാക്കി പുത്രനായ യേശുക്രിസ്തു എല്ലാം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സുരക്ഷിതനായ ദൈവപിതാവായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിലല്ല ബഹുമതിയും മഹത്വവും എന്ന് നയിക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും യുവതിസ്വരവൽകൃതരായും നിർഭയം നമുക്ക് ഏൽച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചിതങ്ങളിൽ സമാധാനം നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായിച്ചു ആവശ്യങ്ങൾ എപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകി തരുന്ന പുസ്തകം മത്സര കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിശ്വാസങ്ങൾ പാർത്ത് തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങീ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശ്വസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരണം എനിക്ക് ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സനുസരിച്ച് സംരക്ഷണം സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്, ഇതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേഘത്തിൽ ഫ്രാൻസിസ് സാലസിന്റെ സ്നേഹവും സൗമ്യശീലവും അനുകരിച്ച് ഞങ്ങൾ സ്വീകരിച്ച കുദാശ സ്വർഗത്തിൽ മഹത്വം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ഞങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ദിവ്യകാരുണ്യനാഥേ, പരിശുദ്ധ മറിയമേ, പിതാവേ, സമസ്യാനോസേ, സഹോദരേസ്യായേ, സകല വിശുദ്ധരേ, സകല മാലാഖമാരേ, അമലോത്ഭവയം കന്യകയെ, രക്ഷകനേശുവിനംബികയെ, ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ കീഴിൽ നിന്നവളെ. അമലോത്ഭവയം കന്യകയെ, രക്ഷകനേശുവിനംബികയെ, ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ കീഴിൽ നിന്നവളെ. അമലോത്ഭവയ മാതാവേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ.